വീണ്ടും ആറ്റുകാലിലേക്ക് പോകാം അല്ലേ? ആറ്റുകാലിലെ വിശേഷങ്ങൾ പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പ്രശാന്തും ശില്പയുമുണ്ട്. നേരത്തെ ശില്പ പറഞ്ഞു നിർത്തിയത് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പല തവണ പോയിട്ടുണ്ടെങ്കിലും ഈ പൊങ്കാല ഉത്സവ വേളയിൽ ആദ്യമായിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പൊങ്കാല പുതിയ അനുഭവമാണ്. നിരവധി ആളുകൾക്ക് അങ്ങനെ ആദ്യമായി പൊങ്കാല കാണുന്ന നിരവധി ആളുകളുണ്ട്. ശില്പയെ സംബന്ധിച്ച് പാലക്കാട് നിന്നാണ് വരുന്നത്. അത് രഥോത്സവത്തിൻ്റെ നാടാണ് പാലക്കാട്. അപ്പോൾ രഥോത്സവം കണ്ട് ഇരിക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഉത്സവം എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ആറ്റുകാലിലേക്ക് വരുന്നത്. ആറ്റുകാൽ നോക്കുമ്പോൾ വലിയ പൊങ്കാല. അപ്പോൾ ഉത്സവങ്ങളെല്ലാം ഓരോ ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമാണ്, ഏറെ വിഭിന്നമാണ്, ഏറെ സവിശേഷതയാർന്ന ചടങ്ങുകളാണ് ഓരോ ഉത്സവങ്ങൾക്കുമുള്ളത്. അങ്ങനെയല്ലേ ശില്പ? തീർച്ചയായിട്ടും ഓരോ ഉത്സവങ്ങൾക്കും നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൽപ്പാത്തിയുടെ നാടായ പാലക്കാട്ടിൽ നിന്ന് എത്തുമ്പോൾ ഇവിടെ അനന്തപുരിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആറ്റുകാൽ പൊങ്കാലയും ഇവിടുത്തെ അന്തരീക്ഷവും എല്ലാം കാണുമ്പോൾ അത് മറ്റൊരു രീതിയിൽ മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും, അല്ലെങ്കിൽ വീണ്ടും ഒരു ഭക്തിനിർഭരമായ കുറച്ച് കാലങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു സന്തോഷവും കൂടിയുണ്ട്. ഇവിടെ എത്തി ഇവിടുത്തെ അമ്മമാരെ കാണുമ്പോൾ ആറ്റുകാൽ അമ്മയുടെ മണ്ണിൽ നിന്ന് ജനം ടി വിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുമ്പോഴെല്ലാം ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. ഇനി നമുക്കറിയാം ആറ്റുകാലിൽ ഇനി വരുന്ന 10 നാൾ എന്ന് പറയുന്നത് വലിയ മഹോത്സവമാണ്, അല്ലെങ്കിൽ അനന്തപുരി ഒട്ടാകെ ആഘോഷിക്കുന്ന ഒരു മഹോത്സവമാണ്. അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ ഒരുപാട് കൗതുകം കൂടിയുണ്ട്. അപ്പോൾ അത് കാണുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും. ഈ നാരങ്ങ വിളക്ക് ഭക്തർ സമർപ്പിക്കുന്ന സ്ഥലമാണ്. ദേവിയുടെ ഒരു ഇഷ്ട വഴിപാടാണ് നാരങ്ങ വിളക്ക് എന്ന് പറയുന്നത്. നിരവധി ദോഷം അല്ലെങ്കിൽ മനസ്സമാധാനം, നെഗറ്റീവ് എനർജി എല്ലാം മാറി നല്ല രീതിയിലേക്ക് ജീവിതം എത്തുന്നതിന് വേണ്ടിയിട്ട് ഭക്തർ ദേവീ ക്ഷേത്രങ്ങളിൽ അർപ്പിക്കുന്ന ഒരു വഴിപാടാണ് നാരങ്ങാ വിളക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആറ്റുകാലാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയും വൈശിഷ്ട്യമൊക്കെ ഉള്ളത്. എല്ലാ ദിവസവും ഇങ്ങനെ ഈ വിളക്കുകളിൽ നിരവധി ഭക്തരെത്തുകയും ഇത്തരത്തിൽ തട്ടത്തിൽ നാരങ്ങ വിളക്ക് തൊട്ടടുത്ത് തന്നെ വാങ്ങിക്കൊണ്ട് വന്ന് തന്നെ ഇവിടെ ഈ തട്ടത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സർവദോഷ പരിഹാരം എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അവിടെ തന്നെ വലിയ കാര്യസിദ്ധി. എല്ലാ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ടാണ് അമ്മയുടെ മുന്നിലേക്ക് എത്തുക. അപ്പോൾ അതെല്ലാം നടക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടും അല്ലെങ്കിൽ വലിയൊരു അനുഷ്ഠാനമായിട്ടുമാണ് ആറ്റുകാലിൽ എത്തുന്ന ഓരോ ഭക്തരും കൊണ്ടു നടക്കുന്നത്. ദീപം എന്ന് പറയുന്നത് ദോഷത്തെ അന്ധകാരത്തെ മാറ്റുന്നതാണല്ലോ. തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും കാണാം വളരെ അമ്മയെ തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. ചേച്ചി ആദ്യമായിട്ടാണോ ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്? നേരത്തെ വന്ന് കത്തിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലൊരു വിശ്വാസം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടാണോ നാരങ്ങ വിളക്ക് കത്തിക്കാറ്? ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്, സാധിച്ചിട്ടുമുണ്ട്. ഒരു അനുഭവം പറയാൻ സാധിക്കുമോ? ഞാൻ മക്കളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു വീട് വയ്ക്കണമെന്നുണ്ടായിരുന്നു, അതിൻ്റെ ആഗ്രഹം നടന്നിട്ടുണ്ട്. എല്ലാ വർഷവും പൊങ്കാലയിടാൻ വരാറുണ്ടോ ഇവിടെ? എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെ അമ്മയുടെ ഒരു അനുഗ്രഹവും? നല്ല അനുഗ്രഹമാണ്. ഓരോ വർഷവും വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. അമ്മ ആദ്യമായിട്ടാണോ? ഞാൻ പൊങ്കാലയിടാൻ മകൾ ഇതാ 3 കൊല്ലം കണ്ണൂരിൽ നിന്നാണ് മകൾ വരുന്നത്. ഇടാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് വന്നതാണ്. ഇന്ന് പോകും, തിരിച്ചു പോകും. ഇന്നിപ്പോൾ ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പത്മനാഭ സ്വാമീൻ്റെ അടുത്ത് പോയി വന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. മോള് പൊങ്കാലയിടാൻ ആ സമയത്ത് വരും. ഓക്കെ, അവൾ 3 വർഷമായി ഇടുന്നത്. ഓക്കെ, നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ദൂരെ നിന്ന് വരുന്നവരല്ലേ, എല്ലാവർക്കും നല്ലത് വരട്ടെ. കണ്ണൂരിൽ നിന്ന് എത്തിയവരാണ്. അപ്പോൾ അവരെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇനി പൊങ്കാലയുടെ ദിവസം വീണ്ടും വരും. അതിന് മുന്നേ തിരക്കില്ലാതെ അമ്മയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിയതാണ്. എനിക്ക് തോന്നുന്നു ഈ നാരങ്ങാ വിളക്ക് കത്തിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. അത് ആദ്യം ആ കുന്നത്തിൽ വെച്ച് അവിടെ തൊഴുതതിന് ശേഷമാണ് ഈ വിളക്ക് കത്തിക്കുക. നെയ്യിലും അതോടൊപ്പം തന്നെ എണ്ണയിലും എല്ലാം ഇങ്ങനെ നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ദോഷ നിവാരണമടക്കം മനസ്സിന് ഒരു ശാന്തി, ഐശ്വര്യം വേണ്ടി കുടുംബൈശ്വര്യം കൊണ്ടുവരിക, അതൊക്കെയാണ് ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒരു
ശാസ്ത്രീയത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആറ്റുകാലയ്ക്ക് വളരെ മനോഹരമായിട്ട് ഉള്ള വിളക്കുകളാണ് ഇവിടെ ഉള്ളത്. ഇത്തരത്തിൽ നിരവധി വിളക്കുകൾ, ആ വിളക്കുകളിലാണ് ഇത്തരത്തിൽ ആളുകൾ എത്തിക്കും അവരുടെ അഭീഷ്ടം ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും ചുടുകളിൽ ദേവിയുടെ നാമം മുഴങ്ങുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ഭക്തിനിർഭരമായിട്ടാണ് ഓരോരുത്തരും സന്നിധിയിൽ നിൽക്കുന്നത്. ചേട്ടാ, ഇവിടെ ഒരുപാട് പേര് നാരങ്ങ വിളക്ക് കത്തിക്കാൻ ദിവസം എത്താറുണ്ടോ? പൊങ്കാലയായിട്ട് തിരക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. ഇനി വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുന്നുള്ളത് തന്നെയല്ലേ? നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാൻ വേണ്ടി എത്തുന്നത്. ഇനി നമുക്ക് ഇനി മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്കറിയാം, കുംഭമാസത്തിൽ പൂരം നക്ഷത്രത്തിലാണ് ആറ്റുകാലിൽ പൊങ്കാല നടക്കുന്നത്. അതിനു മുൻപുള്ള 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് 9 ദിവസങ്ങളാണ്. 9 ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം തന്നെയാണ് ആറ്റുകാലിൽ ഉണ്ടാവുക. അതിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, കാപ്പ് കെട്ടി കുടിയിരുത്തുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങിന് ഇന്ന് ആറ്റുകാൽ ക്ഷേത്രം വൈകുന്നേരത്തോടു കൂടി നമ്മൾ ഇപ്പം ഈ കാണുന്ന അന്തരീക്ഷമൊന്നുമല്ല, ഒരു 4 മണി കഴിയുന്നതോടുകൂടി ഇവിടുത്തെ അന്തരീക്ഷം മൊത്തവും അങ്ങ് മാറുമെന്ന് പറഞ്ഞാൽ ഒരു ഭക്തജന പ്രവാഹമെന്നോ അല്ലെങ്കിൽ ഭക്തജന സമുദ്രമെന്നോ പറയേണ്ടി വരും പിന്നീട്. കാരണം ഇവിടെയെങ്കിലും നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് തുടർന്ന് ഇങ്ങോട്ടുള്ള ഈ 9 ദിവസങ്ങളും ഇത് സമാനമായ രീതിയിലാണ്. അതും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടേക്ക് എത്തും. കാരണം ഇവർ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നെങ്കിൽ പോലും അമ്മയെ ദർശിക്കാൻ കഴിയില്ല. പൊങ്കാല നാളിൽ അമ്മയെ ദർശനം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭയങ്കര തിരക്കായിരിക്കും. മണിക്കൂറുകളോളം ഇങ്ങനെ കാത്തുനിന്ന് ദർശനത്തിൽ കാത്തു നിൽക്കണം. അതുകൊണ്ട് ഈ പൊങ്കാല ഇടുന്നവരെന്ത് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ വന്ന് അമ്മയെ കാണും. ഈ പൊങ്കാല ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ, മഹോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ വന്ന് അമ്മയെ കണ്ട് ദർശനം വാങ്ങും. അങ്ങനെ ദർശനം നേടിയ ശേഷം പിന്നെ പൊങ്കാല അർപ്പിക്കാൻ വരും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു, മനസ്സ് നിറഞ്ഞ അമ്മയെ കണ്ടു. നേരത്തെ കൃഷ്ണരാജേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അമ്മയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ആദ്യം കണ്ണ് നിറയും, പിന്നീട് മനസ്സ് നിറയും. ആ മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും മടങ്ങി പോകുന്നത്. അതുതന്നെയാണ് അവരുടെ ജീവിതത്തിലെ എനിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. അല്ലെങ്കിൽ എല്ലാ സങ്കടങ്ങളും അമ്മയുടെ അടുത്തെത്തുമ്പോൾ മാറുമെന്ന് നമ്മൾ പറയാറുണ്ട്. അതേ അനുഭവമായിരിക്കും ഇവിടേക്ക് എത്തുന്ന ഓരോ മക്കൾക്കും അല്ലെങ്കിൽ അമ്മയുടെ മക്കൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകരും അതേ നിലയിൽ പ്രതികരിക്കുന്നുണ്ട്. രാജേഷ്, ശ്രീജിത്ത്, ഉഷാനെല്ലൂർ ഇവരൊക്കെ നമ്മുടെ വാർത്ത തത്സമയം കണ്ടുകൊണ്ട് അമ്മേ ശരണം എന്നുള്ള മന്ത്രം അവർ എഴുതുന്നുണ്ട്, മെസ്സേജായി എഴുതി വിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇനിയുള്ള നാളുകളൊക്കെ ദേവീ ചൈതന്യം വളരെയധികം വർദ്ധിച്ചു വരുന്നു. പ്രാർത്ഥനകൾ ഏറി വരുന്ന ദിനങ്ങളാണ്. 9 ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് പൊങ്കാലയിലേക്ക് എത്തും അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായും. ക്ഷേത്ര പരിസരം ഒരുപക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ സ്ത്രീജനങ്ങളെ കൊണ്ട് നിറയും. അങ്ങോട്ടേക്ക് അടുക്കാൻ കഴിയില്ല. ബന്ധുക്കളുടെ വീടുകളിൽ ആ പൊങ്കാല സമയത്തുണ്ടല്ലോ, എല്ലാ വീടുകളും ഒന്നാണ്. അതിഥികൾ ആദ്യമായി കാണുന്നവരാരെന്നൊരു വിഷയമില്ല. എല്ലാവരും തുറന്നിടുകയാണ്. നിങ്ങൾക്ക് കടന്നു വരാം, അവിടുന്ന് ഭക്ഷണം കഴിക്കാം, ഒരുമിച്ചിരിക്കാം, വൈകുന്നേരങ്ങളിൽ സംസാരിക്കാം, ഉത്സവം കാണാൻ പോകാം. അവിടെ വൈകുന്നേരം വിവിധ കലാപരിപാടികളാണ്. ഏറ്റവും പ്രശസ്തരായ ആൾക്കാരാണ് കലാപരിപാടികൾക്കായി എത്തുന്നത്. ഈ ഉത്സവത്തിന് വരുമ്പോൾ ഈ ആറ്റുകാൽ ക്ഷേത്രം മാത്രമല്ല, എത്തുന്നവരൊക്കെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുന്നു, പിന്നീട് ആറ്റുകാൽ പോകുന്നു. ഇത്തരം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര കൂടിയാണ്. ഇപ്പോൾ അധികാരത്തിൽ വന്ന പുതിയ കോർപ്പറേഷൻ മേയർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ഉള്ള ഒരു യാത്രാ പരിപാടി, അതായത് ആറ്റുകാൽ ക്ഷേത്രം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസ്റ്റ് പാക്കേജ്. അത് KSRTCയുടെ രീതിയിലായാലും എങ്ങനെയായാലും ഒരു വണ്ടിയിൽ കയറിയാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പിന്നീട് ആറ്റുകാൽ പോകാം. ഇതിങ്ങനെ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് യാത്രാ പദ്ധതി പാക്കേജ് ആരംഭിക്കാൻ പോവുകയാണ്. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമായിരിക്കും അത് നടപ്പിലായ. തീർച്ചയായും.